ഞെരുക്കങ്ങൾ ദ്വീപിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ദ്വീപുകളിലും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ബിത്രയിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. ദ്വീപ് നിവാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പലപ്പോഴും ഇദ്ദേഹം വരും, പ്രഫുൽ പട്ടേൽ, ഘോഡ പട്ടേൽ, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. ഒരു രസകരമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറാച്ചി തുറമുഖം, ആ തുറമുഖത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് കപ്പലുകൾ പോകുന്നു, അല്ലെ കപ്പൽ റൂട്ടാണെന്ന് പറഞ്ഞത്. അതിലെ ബിത്രയുടെ അതിൻ്റെ അങ്ങോട്ടുള്ള കപ്പൽ റൂട്ടാണ്. ദുബായ് തുറമുഖത്ത് നിന്ന് ഉള്ളൊരു കപ്പൽ റൂട്ടായിട്ട് പറയുന്നത്. അതൊക്കെ ശ്രീലങ്ക ചുറ്റിയിട്ടാണ് ദുബായിൽ എത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ള മുസ്ലിം രാജ്യങ്ങളും ഒരു ബന്ധമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ലക്ഷദ്വീപ് ഈ പറഞ്ഞതുപോലെ തന്നെ പൊതുവിൽ സംഘപരിവാർ ഭരണകൂടം നിലവിൽ വന്നതിന് ശേഷം ലക്ഷദ്വീപിനെ വ്യത്യസ്തമായ രീതിയിൽ വേട്ടയാടലുകൾ നടക്കുന്നു എന്നത് നാം കാണുകയാണ്. പല ഘട്ടങ്ങളിൽ ലക്ഷദ്വീപിലെ വ്യത്യസ്തമായ വിഷയങ്ങൾ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ബിത്ര എന്ന് പറയുന്ന ദ്വീപ് പ്രതിരോധ സംവിധാനത്തിൻ്റെ സൈനിക താവളത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നു എന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ദ്വീപിലെ ജനസമൂഹം കുടിയൊഴിപ്പിക്കുന്ന ഭീഷണിയുടെ നിഴലിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അവിടുത്തെ ജനപ്രതിനിധി MP അടക്കമുള്ള ആളുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധവും രംഗത്ത് നാം കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ നിരന്തരമായി ലക്ഷദ്വീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം നാം കണ്ടുവരികയാണ്. എന്തു താല്പര്യമായിരിക്കും അതിൻ്റെ പിന്നിലുണ്ടാവുക? നമ്മൾ ഈ പലസ്തീൻ അല്ലെങ്കിൽ ഗസയിൽ ഈ പറയുന്ന കൂട്ടക്കൊലകളും മരണങ്ങളും ഒക്കെ സംഭവിച്ച് എല്ലാം അന്യാധീനപ്പെട്ട് ജീവിതം തന്നെ തെരുവിലായ അവിടുത്തെ ഗസയിലെ ജനങ്ങളോട് ട്രംപ് പറഞ്ഞത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ട്രംപ് അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം കണ്ടൊരു കാര്യം, വലിയ ടൂറിസ്റ്റ് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ഗസ. അവിടെ തൽക്കാലങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം, മാറി എന്ത് ചെയ്യണം, നമുക്കവിടെ റീബിൽഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കച്ചവടക്കാരനായിട്ടുള്ള ട്രംപിൻ്റെ കണ്ണിൽ ആ മനോഹരമായിട്ടുള്ള കടൽ തീരവും അതിനോട് തൊട്ടിടക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സാധ്യതയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തെളിഞ്ഞത്. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ എന്താ വെച്ചാൽ ഒരു മുസ്ലിം വിരോധം എന്നൊക്കെ കരുതുന്നതിനപ്പുറം അതൊക്കെ അതിനകത്തുണ്ട്, കാരണം മുസ്ലിങ്ങളായതുകൊണ്ടാണ് ഇത്ര ഈസിയായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ടൊരു മാർവാടി കണ്ണ് ഈ ദ്വീപ് സമൂഹങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. അത് മാർവാടി എന്ന് തന്നെ പറയണം. അത് ഇന്ത്യക്കാർക്കാർക്കും കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനക്കാർക്കാർക്കും കിട്ടാൻ പോകുന്നില്ല. ഗുജറാത്തിലെ ചില മാർവാടികൾക്ക് അവരുടെ കച്ചവട താല്പര്യങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഭൂപ്രദേശത്തെ തീരെഴുതി കൊടുക്കാൻ തന്നെയുള്ള ശ്രമങ്ങളാണ്, ഒരു സംശയം ഇന്നത്തില്ല. അപ്പോൾ ഇവിടെ അതിനു വേണ്ടി ഇപ്പോൾ നേരത്തെ ഈ പറഞ്ഞ സാമ്രാജ്യത്വ ശക്തികളൊക്കെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രയോഗിച്ച തന്ത്രമാണ് എന്ത് ചെയ്യുക, പുകച്ച് പുറത്ത് ചാടിക്കുക എന്ന് പറയുന്നത്. അത്തരത്തിൽ എല്ലാ മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പരിശ്രമങ്ങളുടെ ഭാഗം മാത്രമാണ് ബിത്രയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഒരു ഇതിന് തൊട്ട് മുൻപൊക്കെ, ഇപ്പോൾ ഈ പുതിയ അഡ്മിനിസ്ട്രേറ്ററൊക്കെ വരുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെയുള്ള ഇത് നോക്കിയാൽ നമുക്കറിയാം 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവരുടെ ജീവിതോപാധി എന്ന് പറയുന്നത്. 1 മത്സ്യബന്ധനം, 2 ടൂറിസം, 3 അല്പസ്വല്പം കൃഷി ചില പ്രദേശങ്ങളിലൊക്കെ. ഇതിൽ മാത്രം ഊന്നി നിൽക്കുന്നതായിരുന്നു അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ നമുക്കറിയാം ടൂറിസത്തെയാണ് അതിലേറ്റവും സാധ്യതയുള്ളൊന്ന്. അതിലിവർ ഈ നാട്ടുകാരെ പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ അവരെ ലിമിറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് കാര്യമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറയാം. ഈ പല ദ്വീപുകൾക്കൊരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട് എന്നാണ് ഉണ്ട്, സത്യമായിരിക്കാം. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിനിപ്പം എന്താണ് നമ്മുടെ അഗത്തി ദ്വീപിൽ അവിടെ ഉള്ള എന്താ വെച്ചാൽ നേറ്റീവ്സിന് അവർക്ക് ആളുകളെ പുറത്തുനിന്ന് കൊണ്ടുവരാനുള്ള ഒരു അവകാശമുണ്ട്. പക്ഷേ അതിൽ നിയമം എന്താ വെച്ചാൽ 300 അല്ലെങ്കിൽ കവിഞ്ഞാൽ 400 ഇടയിൽ മാത്രം ആളുകളെ അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതേസമയം അവിടുത്തെ NGOകൾ നടത്തുന്ന സ്പാഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ട്. NGOകൾക്ക് എത്ര ആളുകൾ വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പോൾ ഒരു ഭാഗത്ത് ക്യാരിയിങ് കപ്പാസിറ്റി എന്നുള്ള നിയമം പറയുക, അത് ആർക്ക് മാത്രം ബാധകമാക്കുക, ഇവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യുന്നു, ബാധകമാക്കുന്നു. ഇനി തിണ്ണഗിരി എന്ന് പറയുന്ന
പിന്നെ നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതൊരു ആളില്ലാത്ത, അതായത് താമസക്കാരില്ലാത്ത ഐലൻഡാണ്. പക്ഷേ അതിലെ സ്ഥലം മറ്റു പല ദ്വീപുകളിലുമുള്ള ആളുകളുടെ സ്ഥലമാണ്. ഇവിടെ ടെൻറ്റ് ടൂറിസം എന്നുള്ളൊരു സാധനം കൊണ്ടുവരാൻ അവർ തീരുമാനിക്കുന്നു. എന്നുവെച്ചാൽ പിടിച്ചെടുക്കുക തന്നെ, ഭൂമി എന്തെങ്കിലും പിടിച്ചെടുക്കുക. ഇത് അവിടുന്ന് മനസ്സിലാക്കിയിടത്തോളം വെച്ചാൽ അമിത് ഷായുടെ മകൻ്റെ ആണ് പ്രധാനമായിട്ടും ഈ പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെൻറ്റ് ടൂറിസത്തിൽ പിന്നെ ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരത എന്താ വെച്ചാൽ തെങ്ങിൻ്റെ മൂട്ട് കൊണ്ടുപോയിട്ട്, കാരണം ഇവരിടയ്ക്ക് മാത്രമേ ദ്വീപിലേക്ക് വരാൻ പറ്റുള്ളൂ, എപ്പോഴും പോടാൻ താമസമൊന്നുമില്ല. അപ്പോൾ ഇവർ ഈ തെങ്ങിൻ്റെ മൂട്ടിൽ തീയിടും. അപ്പോൾ തെങ്ങുകൾ എന്ത് ചെയ്യും, മുകളിൽ വരെ കത്തി നശിക്കും, മരങ്ങളൊക്കെ കത്തിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പോലെ ഇങ്ങനെ ജണ്ട തിരിച്ച് പിന്നെ ഐക്കല്ല് പോലെ എന്താണ് ഈ കല്ല് നാട്ടി വെച്ചിട്ടൊന്നുമില്ല. അവർക്ക് ഏതാണ്ട് ഒരു ബൗണ്ടറി എന്ത് ചെയ്യാം, ഈ തെങ്ങുകളും മരങ്ങളൊക്കെ വെച്ചാണ് അവർക്ക് അറിയുന്നത്. പക്ഷേ ഇത് സംഭവിക്കുന്നതോടെ അവിടുത്തെ ആളുകൾക്ക് തന്നെ അവരുടെ ഭൂമി എവിടെ എന്താണെന്നുള്ളത് നോക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കൂട്ടത്തിൽ എന്താ വെച്ചാൽ ഈ ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണ് കൂടി നിൽക്കുന്നതുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ഇവരെന്താണ് അക്വയർ ചെയ്യുകയും ഈ ടെൻറ്റ് ടൂറിസം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിലത്തേക്കും വെച്ചാൽ ഈ പ്രവേശ് കാറ്റഗറി എന്ന് പറയുന്ന ടൂറിസ്റ്റ് വിസ പോലുള്ളൊരു സാധനമുണ്ട്. ഇതിനകത്തൂടെ എത്ര പേർക്കും അവിടെ എന്ത് ചെയ്യാൻ വരാം. എന്നാൽ ഇവർക്ക് ആളുകൾ എന്ത് ചെയ്യില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ പിന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ലക്ഷറി സർവീസാണ് കൊടുക്കുന്നത്. ലക്ഷറി ഷിപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം അറിയാം സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷിപ്പുകൾ കട്ട് ചെയ്യുകയാണ് എന്ത് ചെയ്തത്. ഇനി ഇതുപോലെ തന്നെ ചിലപ്പോൾ കൽപ്പേനി എടുത്താൽ അത്യാവശ്യം കൃഷി ഉള്ള ദ്വീപാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ അന്ത്രോത്തിൽ നെല്ലടക്കം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ അവിടെ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രം ഇല്ല. അതായത് ആവശ്യത്തിന് കർഷകർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാനോ വിത്തുകൾ നൽകാനോ വളം നൽകാനോ ഒക്കെ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ചില സംവിധാനങ്ങൾ. കൃഷി നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പോഴും എന്താണ്, കൃഷിയാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള ജീവിതോപാധി. അപ്പോൾ കർഷകരെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളുടെ ഒരു ജീവിത വൃത്തിയായിട്ടുള്ള കൃഷിക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. അപ്പോൾ അത് കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ള പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ യാത്ര വെട്ടിച്ചുരുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇപ്പം ഞാനിപ്പം ഈ അടുത്തൊരു ദിവസം നമ്മുടെ ഒരു ദ്വീപുകാരനായിട്ടുള്ള ഒരാൾ ഞാൻ കാണാനിടയായി. അദ്ദേഹം രോഗം കാരണം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഏതാണ്ട് ഒരു മാസത്തിലധികം 40 ദിവസത്തോളം അദ്ദേഹം ഇവിടെ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊച്ചിയിലെത്തിയിട്ട് ഷിപ്പിൽ അപ്പോൾ ഉള്ള കാശൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, തീർന്നിട്ടുണ്ട്. നേരത്തേക്ക് അവർക്കൊക്കെ എന്തുണ്ടായിരുന്നു, അവിടെയൊക്കെ ഫ്ലാറ്റുകളോ അല്ലെങ്കിൽ താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ സാമ്പത്തിക പ്രയാസം കാരണം ഒക്കെ വിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെയ്തത് എന്താ വെച്ചാൽ ഇതിൻ്റെ അടുത്ത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിൽ താമസിക്കുന്ന പോലെ താമസിക്കാൻ ടിക്കറ്റ് എടുത്തിട്ടാണ്. പക്ഷേ ആ ഷിപ്പ് എന്ത് ചെയ്തു, ക്യാൻസലായി. അപ്പോൾ അടുത്ത ഷിപ്പിന് മുന്നേ 3, 4, 5 ദിവസമുണ്ട്. അപ്പോൾ ഇവർ അവിടെ തന്നെ കഴിയുകയാണ്. എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ കക്ഷി വീണ്ടും രോഗിയായി, തിരിച്ചു വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥ. അപ്പോൾ ആ രീതിയിൽ വളരെ ക്രൂരമായ രീതിയിലാണ് യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇവരെ ട്രീറ്റ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ വേറൊന്ന് പറ്റുന്ന വെച്ചാൽ ടിക്കറ്റുകൾ ഓൺലൈനായിട്ടേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ഈ സൈറ്റ് ഹാക്ക് ചെയ്യും. ഇപ്പോൾ ഹാക്കേഴ്സിന് ഹാക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വളരെ പ്രത്യേകിച്ചൊരു ടെക്നിക്കൽ എന്താ പറയുക പ്രൊട്ടക്ഷനൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു ഡിമാൻഡ് തന്നെ എന്താണ്, ഇതൊന്നും നിർത്തിയിട്ടെങ്കിൽ സാധാരണ പോലെ ടിക്കറ്റ് എടുക്കാൻ അനുവദിച്ചാൽ മതി എന്നാണ്. അതിന് അനുവാദമില്ല. അപ്പോൾ ഫലത്തിൽ എന്താ വെച്ചാൽ ഈ പറയുന്ന ഹാക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പലപ്പോഴും ഈ വസ്തുവകകളൊക്കെ മരക്കപ്പലുകളിലാണ് എന്ത് വരുന്നതാണ്. അത് പലപ്പോഴും ഡിലേഡ് ആവുക, അതുകൊണ്ട് തന്നെ ക്ഷാമം നേരിടുക, വില സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, കൂടുന്ന അവസ്ഥ. ഇത് മിക്കവാറും എല്ലാ ദ്വീപുകളിലും എന്താണ് ചെയ്യുന്നത്. ആശുപത്രികളുടെ അവസ്ഥ പറയുന്നിട്ടാൽ നമുക്ക് എന്ത് ചെയ്യും വെച്ചാൽ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരുമില്ല. നഴ്സുമാർക്കും പലപ്പോഴും ചില മാസങ്ങളായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. അപ്പോയിൻമെൻറ്റ്സ് എന്ത് ചെയ്യുന്നില്ല, നടത്തുന്നില്ല. പിന്നെ ഇപ്പോൾ നമുക്കറിയാം നേരത്തെ അവിടെ ഈ രാജീവ് ഗാന്ധി മെമ്മോറിയൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അത് അഗത്തിയിൽ.
ഇത് നമ്മുടെ അമൃതാനന്ദമയി ഹോസ്പിറ്റലാണ് കുറേ കാലം തീരുന്നത്. അത് കോൺട്രാക്ട് ബേസാണ് തോന്നുന്നു നടത്തിയിരുന്നത്. അവരൊഴിഞ്ഞതിന് ശേഷം നമ്മുടെ കോഴിക്കോടുള്ള ഇക്ര ഹോസ്പിറ്റൽ ആണ് നടത്തിയിരുന്നത്. ഇപ്പോൾ അവരുടെ കോൺട്രാക്റ്റും കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ എന്താ ചെയ്യേണ്ടത്? പുതിയൊരു കോൺട്രാക്ട് ക്ഷണിക്കല്ലേ. അത് നടത്തിയില്ല എന്ന് മാത്രമല്ല, അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സിനെ ആരെയും ചെയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു, ഒഴിഞ്ഞു കിടക്കുക. ഇത്രയും വലിയൊരു സംവിധാനം ഒഴിഞ്ഞു കിടക്കുക. രോഗികളായ ആളുകളാവട്ടെ അവിടുന്ന് രോഗത്തോടെ കപ്പലിൽ കയറി എന്ത് ചെയ്യുക, കേരളത്തിലേക്ക് വരേണ്ടി വരുന്ന അവസ്ഥ. ഇപ്പോൾ കോടതി വ്യവഹാരങ്ങൾക്ക് പറയാം, കൊച്ചിയിൽ എന്ത് ചെയ്യണം, വരണം, വേറെ വഴി എന്തായാലും ഇല്ല. ഇതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇപ്പം അടുത്ത് ഒരു പുതിയ പരിഷ്കരണം കൊണ്ടുവന്നു. എന്താ വെച്ചാൽ സ്കൂളുകൾ മെർജ് ചെയ്യുക. ഇപ്പോൾ അഗത്തി ദ്വീപിൽ തന്നെ സംഭവിച്ചെന്താ വെച്ചാൽ അവിടെ 4 സ്കൂളുകൾ, അതായത് 1-2 ക്ലാസ് ഉള്ളൊരു സ്കൂളുണ്ടായിരുന്നു, 5 പേരുള്ളൊരു സ്കൂളുണ്ടായിരുന്നു, പിന്നെ ഒരു UP ഉണ്ടായിരുന്നു, അതുപോലെ ഹൈസ്കൂളും എനിക്ക് തോന്നുന്നത് KV ഇതിൻ്റെ ഒരു സ്കൂളുണ്ടായിരുന്നു. എന്തായാലും ഈ സ്കൂളുകളെ ഒറ്റ സ്കൂളാക്കി മാറ്റി. അപ്പോൾ മുഴുവൻ കുട്ടികളെയും ഒരു സ്കൂളിലേക്ക് അതിൻ്റെ മുമ്പ് ചെയ്തത് എന്താ വെച്ചാൽ ഈ 1-2 ക്ലാസ്സുകൾ മാത്രം നടന്നിരുന്ന സ്കൂള് അതിൻ്റെ കെട്ടിടത്തിൻ്റെ 3/4 ഭാഗവും ഇടിച്ച് നിർത്തിയിട്ട് അതിനകത്തൊരു അംഗനവാടി തുടങ്ങി. ആലോചിച്ച് നോക്കൂ, ആ പരിഷ്കരണത്തിൻ്റെയൊക്കെ പിറകിലുള്ള ഒരു വികൃതമായ മനോനില എന്താണ്? വലിയൊരു കോമ്പൗണ്ടിനകത്ത് ചെറിയൊരു കെട്ടിടം. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇരിക്കാൻ എന്തില്ല, സ്ഥലമില്ല, സൗകര്യങ്ങളില്ല, ഒന്നുമില്ല, പഠിക്കാനൊരു സമാധാനപൂർവ്വമുള്ള അന്തരീക്ഷം ഇല്ല. ഇനി അധ്യാപകരെ സംബന്ധിച്ചോളം മറ്റു പല ദ്വീപുകളിലും ഒരു പറഞ്ഞാൽ 2 തരം സ്കൂളെന്ന് വെച്ചാൽ നോർത്ത് സ്കൂളും JB സ്കൂളും എന്നൊക്കെ പറയുന്നുണ്ട്. അധ്യാപകരെ പിരിച്ചു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് പ്യൂണിൻ്റെയും ക്ലർക്കിൻ്റെയൊക്കെ പണിയെടുപ്പിക്കുക. കക്കൂസ് വരെ കഴുകേണ്ട ജോലിയുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് മാത്രമല്ല ഈ 2 സ്കൂളുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ഓടി നടക്കേണ്ട അവസ്ഥ. അപ്പോൾ ഹെവി ആയിട്ടുള്ള ബേർഡൻ. അപ്പോൾ അവരെന്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതൊക്കെ ഇട്ടെറിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി നോക്കും. ഇതുപോലെ തന്നെ ജോലികൾ, ഇപ്പോൾ കോൺട്രാക്റ്റ് ബേസിലുള്ള ഒരു ജോലി എന്ത് ചെയ്യുന്നില്ല, ദ്വീപുകാർക്ക് നൽകുന്നില്ല. ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാം അവർ ST വിഭാഗത്തിൽപ്പെട്ടവരാണ് ശരിക്കും. പക്ഷേ അതിൽ സർക്കാർ കൊണ്ടുവന്നൊരു തന്ത്രം എന്താ വെച്ചാൽ ഓൾ ഇന്ത്യ ബേസിലാണ് ഇപ്പോൾ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ബേസിലുള്ള എക്സാമിൽ നടക്കുന്ന എക്സാമിൽ അവർ കോമ്പീറ്റ് ചെയ്യണം. ഇതിൻ്റെ സ്വാഭാവികമായ പരിണതി എന്താണ്? ദ്വീപിലേക്ക് ഇനി വരാൻ പോകുന്നത് പുറത്ത് നിന്നുള്ള ആളുകളായിരിക്കും, ഉദ്യോഗസ്ഥരായിട്ട് വരാൻ പോകുന്നത്. ഇവർക്ക് മിക്കവാറും എന്ത് ചെയ്യില്ല, ജോലി കിട്ടാൻ സാധ്യതയില്ല. ഈ പിന്നെ കടമത്ത് ഇതിനകത്താണ് ഒരു ചെറിയ ഒരു ഹയർ ഈ സെക്ടറിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമുള്ളത്. ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ടൂറിസം മാനേജ്മെൻറ്റോ അതോ കേറ്ററിങ്ങോ അങ്ങനെ എന്തോ ബന്ധപ്പെട്ടൊരു കോളേജാണ് അവിടെ ഉള്ളത്. ആ കോളേജിലാകട്ടെ ഒരു സംവിധാനമില്ല, ലാബില്ല, പുറമെ എന്താ വെച്ചാൽ ആവശ്യത്തിന് അധ്യാപകരില്ല, ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോലും ഒരു സൗകര്യമില്ല. വേണമെങ്കിൽ അവർക്ക് ഈ നേരത്തെ പറഞ്ഞ ടെൻറ്റ് ടൂറിസമുള്ള സ്ഥലത്ത് പോകാം, പക്ഷെ അവിടേക്ക് എന്ത് ചെയ്യില്ല, അവർക്ക് എന്ത് ചെയ്യും, പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ ഫലത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ രീതിയിലുമുള്ള ഞെരുക്കങ്ങൾ ദ്വീപിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ദ്വീപുകളിലും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ബിത്രയിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇതിൽ ഒരു ഈ ദ്വീപ് നിവാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഇദ്ദേഹം വരും, പ്രഫുൽ പട്ടേൽ, ഗോഡ പട്ടേൽ, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. എന്നിട്ട് ഇദ്ദേഹം പലപ്പോഴും ചെയ്യുന്നത് ഓറൽ ഓർഡറുകൾ കൊടുക്കുക എന്നാണ്. റിട്ടേൺ ഓർഡറുകളല്ല, ഓറലായിട്ട് ഓർഡർ കൊടുക്കുക. അപ്പോൾ നേരത്തേക്കനുസരിച്ച് ഈ ഓറൽ ഓർഡറുകൾ ഉദ്യോഗസ്ഥർ നടപ്പാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിസർവ്ഡ് ആയിട്ടുണ്ട്. കാരണം കോടതിയൊക്കെ ചില വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ, കാരണം എന്തുകൊണ്ട് നടപ്പാക്കി എന്നുള്ളത് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ അവർക്ക് മറുപടി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അവരും ജനങ്ങളോട് പറയും, നിങ്ങൾ കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്യും, ഇതൊന്ന് ബോധിപ്പിക്കുന്നതൊക്കെ പറയുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഈ ഓറൽ ഓർഡറുകളിലൂടെ ഇദ്ദേഹം നടപ്പാക്കിയിരുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വിശ്വാസം വന്നിട്ടില്ല ഇത് മിലിറ്ററി ക്യാമ്പിന് വേണ്ടിയാണോ എന്ന് പോലും. അവർ പറയുന്നത് ഇവിടെ നിന്ന്, കാരണം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദ്വീപാണെന്നാണ് പറയുന്നത് ബിത്ര. അതിൻ്റെ നമ്മളൊക്കെ പറയുന്ന മാലി ദ്വീപിലൊക്കെ ഉള്ള പോലുള്ള അതിമനോഹരമായിട്ടുള്ള ദ്വീപാണ്. 300-ൽ താഴെ മാത്രം പോപ്പുലേഷനുള്ള ഇതാണ്. ആ ദ്വീപ് ഒഴിച്ച് അതും ഒരു ടൂറിസ്റ്റ് ഇതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണെന്നാണ് ഇവർ സംശയിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇവിടെ MSP മലപ്പുറത്ത് MSP വന്നത് എങ്ങനെയാണ്, ഇവിടെ ഒരു ചെറിയൊരു കലാപം അല്ലെങ്കിൽ ഒരു റിബെല്യൻ ഉണ്ടാകുന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ പോലീസിനെ ഇവിടെ എന്ത് ചെയ്യുന്നു,
ഡിപ്ലോയ് ചെയ്യുകയാണ്, ഒരു ആസ്ഥാനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ എവിടെ ഇല്ലാത്ത രൂപത്തിലുള്ളൊരു ആസ്ഥാനം ഉണ്ടാക്കുന്നു. അവിടെ ലക്ഷദ്വീപിൽ അവർ 2 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പുകച്ചു പുറത്ത് ചാടിക്കുക. അത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇപ്പോൾ ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ ആളുകൾ ഓടിപ്പോകുന്നത് പോലെ എന്ത് ചെയ്യണം, അവിടെ നിന്ന് പരമാവധി ആളുകൾ ഇതുപോലെ ഓടി പോകണം. 2, ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ച് അളമുട്ടിയ ചേരയും കടിക്കുന്നു പറയുമല്ലോ, ആ രീതിയിൽ അവരെന്തെങ്കിലും ഒരു ചെറിയ കലാപം അവിടെ എന്ത് ചെയ്യണം, നടത്തണം. അങ്ങനെ ഒരു കലാപം നടത്തി കിട്ടിയാൽ പിന്നെ ബാക്കി അവിടെ ഫോഴ്സിനെ കൊണ്ടുവരാനും മിലിറ്ററി ക്യാമ്പ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ബാക്കി അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള എല്ലാ അട്രോസിറ്റീസിനുമുള്ള അടിച്ചമർത്തലുകൾക്കുമുള്ള ഒരു എക്സ്ക്യൂസായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം അതിനു വേണ്ടി ഈ ജനതയെ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ അമർത്തി വേദനിപ്പിച്ച് അവരെ നിലവിളി അവസാനം എന്താണ് ഈ രീതിയിലുള്ളൊരു തരത്തിലുള്ള വയലൻസാക്കി മാറ്റാൻ വേണ്ടി ഉള്ള ശ്രമമാണ്. അല്ലെങ്കിൽ അവരെ ഓടിപ്പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ഈ ക്രൂരത എന്തായാലും ഈ ജനങ്ങൾ ഏറ്റെടുക്കാതെ നിലവിൽ കേരളത്തിൽ നിന്ന് മാത്രമാണ് ആർക്കും സപ്പോർട്ട് കിട്ടുന്നതെന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ വോയിസ് ചെയ്യപ്പെടാതെ ഈ ഒരു എത്തനിക് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള അവരെ രക്ഷിക്കാൻ കഴിയില്ല. അത് ലോകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ UN-ലൊക്കെ ഉന്നയിക്കപ്പെടേണ്ട വിഷയമാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള എത്തനിക് കമ്മ്യൂണിറ്റീസിനുള്ള പ്രൊട്ടക്ഷന് ധാരാളം റൂളുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് ലോകത്തെല്ലായിടത്തും ഇത് വോയിസ് ചെയ്യപ്പെടുകയും ആ രീതിയിൽ എങ്ങനെയാണോ ഇത് കൂടുതൽ ശക്തമായിട്ട് ഉള്ള ഒരു നടപടികളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും ആവർത്തിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ശരിക്കും ഈ ബിത്ര എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചാലും അതൊരു 105ഓളം കുടുംബങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ അതിൽ പോപ്പുലേഷൻ പറയണത് പിന്നെ 2011 സെൻസസ് പ്രകാരം 271 ആളാണ്. അപ്പോൾ അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അവർ ഉപജീവനം ഇപ്പോൾ എങ്ങനെ അവിടുന്ന് എടുത്ത് മാറ്റിയാലും അപ്പോൾ ആദ്യം ഇറങ്ങിയിട്ടുള്ള ഓർഡർ പ്രകാരം പറയുന്നത് അവിടുത്തെ ഗ്രാമസഭയോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റുള്ള ആളുകളോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, അല്ല അവർക്ക് അതിൻ്റേതായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല, അത് സർക്കാർ നേരിട്ട് പിടിച്ചെടുക്കുകയാണ്, അന്നേരം പ്രതിരോധത്തിന് വേണ്ടിയാണ് എന്നൊക്കെ വാദിച്ചുകൊണ്ടായിരുന്നു ആദ്യം സംഗതി ഓർഡർ വന്നത്. പിന്നീട് അവർ പറഞ്ഞു ഇപ്പോൾ അവർ പറയുന്ന സംഗതി എന്ന് വെച്ചാൽ പിന്നെ ഗ്രാമസഭയോട് ചോദിക്കും. അതുപോലെ ഇതിന് പഠിക്കാൻ വേണ്ടിയായിട്ട് ഈ 11-ാം തീയതിയാണ് ഇതിൻ്റെ ഹിയറിങ്ങിന് വേണ്ടി അതിൻ്റെ ഒരു നിർദ്ദേശം കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ പഠനത്തിന് ആഘാതം അല്ലേ, ഒരു സാമൂഹികപരമായ ആഘാതം പഠിക്കാൻ വേണ്ടിയാണ് ഒരു സമിതി അവർ നിയമിച്ചിട്ട് ആ പഠനം അനുസരിച്ചുകൊണ്ടാണ് ആളുകളെ മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ അവസാനം അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോൾ എനിക്കതിൽ തോന്നിയിട്ടുള്ള സംഗതി, ഇപ്പം മാഷ് സംസാരിച്ച കൂട്ടത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞ സംഗതി, ഒരു ഇസ്ലാമോഫോബിക്ക് ഇതിൻ്റെ പിന്നിൽ വേറെ ഉണ്ട്. കാരണം വെച്ചാൽ ഇത് വളരെ രസകരമായിട്ടാണ്, നമുക്കൊരിക്കലും വിശ്വസിക്കാനാവാത്ത ഇതുള്ള ഒരുപാട് കാരണങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലും ചില അവിടുത്തെ ജനങ്ങളുടെ കൾച്ചർ, അവരുടെ ഡീലിങ്, അവർ പെരുമാറ്റം കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാത്ത വിധമുള്ള ഒരു സ്തുത്യർഹമായിട്ടുള്ളൊരു ശൈലിയാണ് അവരുടെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗസ്റ്റുകളായിട്ട് അവിടെ ചെന്നാൽ അവരുടെ ആതിഥ്യ മര്യാദ, അതുപോലെ തന്നെ ഒരു കള്ളത്തരം എന്ന് പറഞ്ഞ സംഗതി ഇല്ല. ഇപ്പോൾ ഞാനൊക്കെ ദ്വീപിൽ സന്ദർശിച്ച ആളാണ്. അപ്പോൾ വെച്ചാൽ ഒരു പിന്നെ മോഷണം അതുപോലും അവിടെ ഇല്ല. മോഷണം ആരെങ്കിലും ഒറ്റപ്പെട്ട് അങ്ങനെ വന്നാൽ തന്നെയും പെട്ടെന്ന് പിടിക്കപ്പെടുകയും ചെയ്യും. അത്ര ഒരു ചെറിയൊരു പ്രതലമാണല്ലോ ശരിക്കും. അപ്പം അങ്ങനെ വളരെ നിഷ്കളങ്കമായി ജീവിക്കുന്ന, വേലിക്കെട്ടുകൾ പോലും ഇല്ലാതെ വളരെ തുറന്ന മനസ്സോടുകൂടി ജീവിക്കുന്ന പാവങ്ങളായ നിഷ്കളങ്കരായ ആളുകൾ ജീവിക്കുന്നിടത്ത് ഒരുപാട് ആരോപണങ്ങളാണ് ഇപ്പോൾ സംഘ പരിവാര രാഷ്ട്രീയം ഉന്നയിക്കുന്നത്. അതിലൊന്ന് ഇപ്പോൾ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ നാർക്കോട്ടിക് ഈ മയക്കുമരുന്നുകൾ അധികമായി പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഞാൻ കേട്ടപ്പോൾ ഒരു രസകരമായൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കറാച്ചി തുറമുഖം, ആ തുറമുഖത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് കപ്പലുകൾ പോകുന്നു. അതിലെ കപ്പൽ റൂട്ടാണെന്ന് പറഞ്ഞാൽ അതിലെ ബിത്രയുടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങോട്ടുള്ള കപ്പൽ റൂട്ടാണ്. ദുബായ് തുറമുഖത്ത് നിന്ന് ഉള്ളൊരു കപ്പൽ റൂട്ടായിട്ട് പറയുന്നു. അതൊക്കെ ശ്രീലങ്ക ചുറ്റിയിട്ടാണ് ദുബായിലെത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊട്ടടുത്തുള്ള മുസ്ലിം രാജ്യങ്ങളും പിന്നെ യൂട്യൂബേഴ്സിൻ്റെയും വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ഒരു ബന്ധമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ഇവർ ഇതിനെ ന്യായീകരിക്കാനും. അതുകൊണ്ട് അവിടെ സുരക്ഷ ഒരുക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. അവിടെ സൈന്യം വേണം, അതുപോലെ തന്നെ സുരക്ഷ ഒരുക്കണം എന്നൊക്കെയാണ്. അതുപോലെ തന്നെ ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ
അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് സംരക്ഷണം ഒരുക്കണം എന്നാണ് ഇവർ ന്യായീകരിക്കണം. മറ്റൊന്ന്, ഈ സാധുക്കൾ ഇത്രയും കാലം, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ 1945 അവിടെ ജനവാസം തുടങ്ങിയത്. ഇത്രയും കാലം അവിടെ പിന്നെ ജീവിച്ചിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കലാപങ്ങളോ നേരത്തെ പറഞ്ഞ പോലെ ആയുധങ്ങളോ ഇതൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ അത് അങ്ങനെ ആരോപിച്ചുകൊണ്ട് അവരത്ര ഭീകരന്മാരാണെന്നുള്ള ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് അങ്ങനെ ഒരു ഇത് പിന്നെ സ്വാഭാവികമായിട്ട് പിന്നെ കലാപങ്ങളും കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടാവും. എന്നിട്ട് അതിനുശേഷം അവിടെ പോലീസ് അതുപോലെ പട്ടാളം ഇതിലൊക്കെ അവരോധിച്ചു കൊണ്ട് ആ സാധുക്കൾ അവിടുന്ന് നാട് കടത്താനുള്ള ശ്രമമാണ്. ഇപ്പോൾ പിന്നെ യാത്രാ ദുരിതം അപാരമാണ് അവിടെ. ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞല്ലോ, ഇപ്പോൾ കാരിങ് വിഷയങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ അവിടുന്ന് ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ അവർക്ക് അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി എന്നാണ് പറയണത്. അവരുടെ അവകാശങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് എടുത്ത് മാറ്റുന്നു. ഇപ്പോൾ ഒരാൾ ഗസ്റ്റായിട്ട് ഒരാളെ വീട്ടിലേക്ക് ചെന്നാൽ ഡെയിലി പെർ ഹെഡ് 200 രൂപ അവിടെ അടക്കണം എന്നാണ്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ അവരുടെ അതിഥികളായിട്ട് പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ സാമ്പത്തികമായ ബാധ്യതകൾ വരുത്തുന്നതിലൂടെ അവരെന്താ ചെയ്യുക, പിന്നെ അവരെ വരുത്താതിരിക്കാനാണ് നോക്കുക. മറ്റുള്ള ആളുകൾ ആരും അങ്ങോട്ട് വീട്ടിലേക്ക് വരരുത് എന്ന ആ നിലക്കുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞ ഈ പ്രഫുൽ പട്ടേൽ പലതരത്തിലുള്ള പരിഷ്കാരങ്ങളിലൂടെ ആ സാധുക്കളെ നിരന്തരമായി ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അവർക്കൊരു സംരക്ഷണം ഒരുക്കേണ്ടത് ജനാധിപത്യ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് പിന്നെ നിയമപരമായിട്ടും അതുപോലെ ഭരണഘടനാപരമായിട്ടും ഒക്കെ അവരെ സംരക്ഷിച്ച് നിർത്തണമെന്ന് തന്നെയാണ് നമുക്ക് അവകാശപ്പെടാനും ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായും വളരെ പ്രസക്തമാണ് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളെല്ലാം.